Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Okay, so who all are the leaders? ആരും ആയില്ലേ കമ്മിറ്റി ഫോം ചെയ്തില്ലായിരുന്നു. Good evening, ma'am. Good evening. നല്ല വളരെ ശാന്തിയായിരുന്നു. ശാന്തി had done very well and ഒറ്റയ്ക്കാണെങ്കിലും she had done very well. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നതാണ്. സോ ഇന്ന് തുടങ്ങിയ ആരാ? യെസ്, ആരുമില്ല. ആരെയും ഫോം ചെയ്തില്ലായിരുന്നോ? യെസ് പ്ലീസ്. Okay, who is ready to do prayer? Then 5 minutes ആയില്ലേ? Okay, anyone who is ready to do prayer? നമ്മുടെ കുട്ടികൾ ആരെങ്കിലും പ്രെയർ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടോ? ഒരു ഗുഡ് ഈവനിങ് മാത്രമേ കേട്ടുള്ളൂ. Anyone please? Yes, Vinita. And As we gather in this place today, Holy Spirit, come and have your way. Have your way. As we lay the sun on holy flame, speak and cause of our holy fans. Have your way. This is your house, your home. We welcome you, Lord, we welcome you. This is your house, your home. We welcome you today. Thank you, Miss. good, Molo. Very good, very good. Okay, that was very lovely. Okay, then thought of the day and signing. ഞാൻ പറയാം. Thought of the day. Every pain gives a lesson and enjoy every lessons change a person. APJ Abdul Kalam. Hi friend and my teacher and technical team. It's me Sia signing. Okay then, okay fine. So where were we? Think a message. Yeah, is. Stages of growth. First period, second period. അതിനെ കുറിച്ച് പറഞ്ഞു. Yes, correct. Second period in the introduction പറഞ്ഞു. എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നോ?
മെസ്സേജ് ഇടാം. നിങ്ങളുടെ ക്ലാസ് റൂം ചാനലിൽ മെസ്സേജ് വന്നോ? എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോൾ ഉണ്ടായിരുന്നു മാമിന്റെ. അതായത് 14th കൊണ്ട് ടോപ്പിക് തീർത്തിട്ട് 1 വീക്ക് സ്റ്റഡി ലീവ് കൊടുക്കുന്നു. 21st മോസ്റ്റ് പ്രോബബ്ലി യു വിൽ ബി ഹാവിംഗ് യുവർ ഫസ്റ്റ് 10 എക്സാം. December 21st. ഓക്കെ, ക്ലിയർ ആയോ? പാർട്ട് 3 അതുകൊണ്ട് വേഗം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ഞാനും അശ്വതി മിസ്സും കൂടി. കാരണം ശരണ്യ മിസ് ഇല്ലാത്ത ആണ് നമുക്ക് ഇത്ര ഒരു ലാഗ് വന്നത്. മാമിന്റെ ടോപ്പിക്കും കൂടെ എടുക്കേണ്ട വന്നല്ലോ. സോ മോർണിംഗ് വരുമായിരിക്കും, കാരണം മാം എന്നെ ഈവനിങ് ആ വിളിച്ചത്. അപ്പോ 14th ആവുമ്പോഴേക്കും നമ്മളുടെ ക്ലാസ് കഴിയും. സോ സാറ്റർഡേ ഈ സാറ്റർഡേ 7th ആണെന്ന് തോന്നുന്നു അല്ലെ, ഒരു ക്ലാസ് വെച്ചാൽ അറ്റൻഡ് ചെയ്യൂ. 8 o'clock സെയിം ടൈം. കാരണം പകൽ എനിക്കൊരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് സാറ്റർഡേ ഒരു ക്ലാസ് വെക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. സോ നമുക്ക് സമയം കളയണ്ട, കാരണം പാർട്ട് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറി മെത്തേഡ്സ് വരുന്നത് ഈ പാർട്ട് 3യിലാണ്. പാർട്ട് 4 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി, നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി അശ്വതി മിസ് ഫ്രൈഡേ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട് 3യിലെ ഒരു പോർഷൻ കൂടെ എടുക്കാനുള്ള പ്ലാനിലാണ്. സോ എനിവേ ദർ വോണ്ട് ബി എനി ലാഗ്. സോ സെക്കൻഡ് പീരീഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇത് പറഞ്ഞു അല്ലെ, ഇൻട്രൊഡക്ഷൻ. ഫിസിക്കൽ ചേഞ്ചസ് തുടങ്ങണം. ഓക്കെ, ആക്ച്വലി 2 സ്റ്റേജസ്, ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്. ഈ ചൈൽഡ്ഹുഡ് തന്നെ 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമിലർലി അഡൾട്ട്ഹുഡ് നമ്മൾ പറഞ്ഞ 24 years നമ്മൾ കറക്റ്റ് ആ ഒരു ഏജ് സ്പാനിൽ പഠിച്ചു വരുവാണെങ്കിൽ നമ്മളൊരു PG കഴിയുന്ന ഒരു പ്രായം. നമ്മളെല്ലാരും അത് കഴിഞ്ഞിട്ട് വന്നവരാണ്. 1 or 2 കുറച്ച് പേരൊക്കെ കാണുമായിരിക്കും. +2 കഴിഞ്ഞിട്ടൊക്കെ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഫസ്റ്റ് ബാച്ചിലൊക്കെ ഉണ്ട്, ജസ്റ്റ് +2 കഴിഞ്ഞ് മോണ്ടിസോറിക്ക് ജോയിൻ ചെയ്ത ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, സോ സെക്കൻഡ് പീരീഡ് 6 to 12 years ആണ്. നമ്മൾ 0 to 6 years കാര്യങ്ങൾ പറഞ്ഞു. പലപ്പോഴും അവരുടെ ഇൻട്രസ്റ്റ് മാറുന്നത്, അവരുടെ കളിക്കുന്ന ആ ഒരു അത് മാറുന്നത്, അത് നമുക്ക് ചില സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പല ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾ നമ്മളുടെ വീട്ടില്, നമ്മളുടെ ഫാമിലിയിലൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ഈ ഒരേ ഏജ് ഗ്രൂപ്പ് തമ്മിൽ എപ്പോഴും അവരങ്ങ് സിങ്ക് ആവും. ചെറിയ കുട്ടികൾ അങ്ങനെ സിങ്ക് ആയിട്ട് അവർ കളിക്കുന്നതായിട്ട് കാണാം. അവരുടെ ആ ഒരു ഏജ് മാറുന്നതിനനുസരിച്ച് ഇൻട്രസ്റ്റുകൾ ഓരോ ടോയ്സിന്റെ അടുത്താണെങ്കിലും കളിക്കുന്ന രീതിയാണെങ്കിലും അവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ 6 to 12 years എന്ന് പറഞ്ഞാൽ ടീനേജിന്റെ ആ വാതിലിലേക്ക് കടക്കുന്നത് വരെ ഉള്ള ഒരു 12 നമ്മൾ സംടൈംസ് ടീനേജിന്റെ തുടക്കമായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്ക് ഫിസിക്കൽ ചേഞ്ചസ് ശരിക്കും ഉണ്ടാവും. അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് സംടൈംസ് അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. സംടൈംസ് ദേ നോ വെൽ, കാരണം സ്കൂളുകളിൽ ഇപ്പൊ അതിനനുസരിച്ചുള്ള അവയർനെസ് കൊടുക്കുന്നുണ്ട്. വീട്ടിലും ഇതുപോലെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരന്റ്സ് അതിനനുസരിച്ചുള്ള ഒരു അവയർനെസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദെൻ സെക്കൻഡ് പീരീഡ് 6 to 12 years, അതിലെ ചേഞ്ചസ് എന്തെല്ലാം രീതിയിൽ ആ പീരീഡിൽ വരുന്ന ചേഞ്ചസ് ഫിസിക്കലിയും വരുന്നുണ്ട്, അവരുടെ മെന്റലി ഉള്ള ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, ഫിസിക്കൽ ചേഞ്ചസ് ചില സമയത്ത് കുട്ടികൾ സംസാരിക്കുമ്പോൾ മെന്റൽ ചേഞ്ചസിൽ വരുന്നതാണ്. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള സംസാരിക്കുമ്പോൾ നമ്മളോർക്കും ഇവര് നമ്മുടെ അമ്മയാണോ അമ്മൂമ്മയാണോ എന്നൊരു തോന്നൽ നമുക്ക് തോന്നും. നമ്മൾ പൊട്ടത്തരം ചെയ്യുമ്പോൾ അവരത് കറക്റ്റ് ചെയ്യുന്നൊക്കെ ചില സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് വൺ ഫിസിക്കൽ ചേഞ്ചസ്. സോ ഹു വിൽ റീഡ്? മാം അത് കാണുന്നില്ലല്ലോ മാം. കാണുന്നില്ല, ഞാൻ ഷെയർ ചെയ്തില്ല അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ, എന്ത് ഷെയർ ചെയ്തിട്ടില്ല, അതാണ്. സോറി കേട്ടോ. ഇപ്പൊ കാണാലോ അല്ലെ? ഷെയർ ചെയ്തില്ലായിരുന്നു അത്. യെസ് മാം, കാണാം. ഓക്കെ, വായിക്കട്ടെ മാം. യെസ്. Physical changes. The physical changes are more intense during the 6 to 9 period
than that of the 9 to 12 period. Children's teeth fall out and permanent teeth grow in. They have better powers of resistance against diseases. Their physical health is more stable. The muscles develop and children become stronger. Their physical strength and stability gives them great stamina and energy. ഓക്കെ. 6 to 9 പീരീഡ്, അപ്പൊ 6 years വരെയൊക്കെ നമുക്കൊരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആളുകൾ കാണും. ആ ഒരു പീരീഡ് 6 to 9 പീരീഡും അതിനേക്കാൾ കൂടുതൽ ചേഞ്ചസ് 9 to 12. മോസ്റ്റ് പെൺകുട്ടികൾക്ക് മെൻസ്ട്രേഷൻ അത് ഒരു 10 വയസ്സ് എന്തൊക്കെ ഇപ്പൊ തുടങ്ങുന്നുണ്ട്. ആ ഒരു ടൈം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ പല്ല് പോകുന്നു, അതുപോലെ തന്നെ പെർമനന്റ് ടീത്ത് വരുന്നു. ആദ്യമുള്ള ആ ഒരു മിൽക്കി ടീത്ത്, ആ പാൽപ്പല്ലുകളൊക്കെ പോയിട്ട് ഇത് എന്താ പറയാ അവരുടെ പെർമനന്റ് ആയിട്ടുള്ള ടീത്ത് വരുന്നു. പിന്നെ അസുഖങ്ങൾ വരുമ്പോ ഇമ്മ്യൂണിറ്റി പവർ കൂടും. മറ്റേത് ചെറിയ കുട്ടികളാകുമ്പോൾ പെട്ടെന്ന് അവർക്ക് എപ്പോഴും അസുഖങ്ങളായിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. അവർ ഭക്ഷണം ഇൻടേക്ക്, അവരുടെ ടേസ്റ്റുകൾ മാറും. അവർ ഭക്ഷണം നല്ലപോലെ കഴിക്കാനായിട്ട് തുടങ്ങും. അത് കൂടുതൽ സ്റ്റേബിൾ ആവുകയാണ്. അവരുടെ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് കൂടുതൽ സ്റ്റേബിൾ ആവുകയാണ്. മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നു. സ്പോർട്സിലൊക്കെ ഉള്ള അവരുടെ ഇൻട്രസ്റ്റ് കൂടുതൽ പ്രൊമിനന്റ് ആവുകയാണ്. കുട്ടികൾ കൂടുതൽ സ്ട്രോങ്ങർ ആവും. പിന്നെ പലതരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും അവർ ഇൻവോൾവ് ആവുന്നു, എൻഗേജ്ഡ് ആവുന്നു. അതിപ്പോ ഡാൻസ് ആണെങ്കിലും കരാട്ടെ ആണെങ്കിലും അങ്ങനെ പല പല രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ അവർ കൂടുതൽ ഇൻവോൾവ് ആവും. നമ്മുടെ സ്റ്റാമിന, എനർജി, വിൽ പവർ എല്ലാം, സ്റ്റാമിന, എനർജി എല്ലാം കൂടുവാണ് ആ ഒരു ടൈമിൽ. കൂടുതലായിട്ട് ആൺകുട്ടികളൊക്കെ സ്പോർട്സിൽ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നതായിട്ട് കാണാം. പെൺകുട്ടികളും അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റുകൾ ആ ഒരു സമയത്ത് ശരിക്കും പുറത്തേക്ക് വരുവാണ്. അതുവരെയും അവർ എന്തിലാണ് അവർക്ക് എക്സ്ട്രാ കരിക്കുലറിൽ ഉള്ളതെന്നുള്ളത് നമുക്ക് കറക്റ്റ് ഒന്ന് ഫോക്കസ്ഡ് ആയിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും അതൊരു കറക്റ്റ് ഫോക്കസ്ഡ് ആവും. നെക്സ്റ്റ്, മെന്റൽ ചേഞ്ചസ്. Mental changes. In the first period, children work with the material to achieve self-integration. This characteristic is further enhanced in the second period. Children have immense power and are capable of big effort and concentration. Their creative talents are limitless. The children's purpose is the formation of their minds. Children ingest information from the environment, internalize it, and then bring it into existence relationship with what is already there. Children are very interested in knowledge during this period. ഈ ഒരു പീരീഡിൽ അവര് പല കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. അതായത് അവർക്ക് ഒരു ഇപ്പൊ നമ്മൾ 6 to 12 പറഞ്ഞു. 6 to 12 തന്നെ 6 to 9, 9 to 12 അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ഈ അവരുടെ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ്, അതായത് അവരുടെ എന്താ പറയാ ഉപബോധ മനസ്സും ബോധ മനസ്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നല്ല പോലെ ചേഞ്ചസ് ആവുന്നത് ഈ ഒരു പീരീഡിലാണ്. അതായത് ഒരു 6 വയസ്സൊക്കെ ആവുമ്പോൾ അവർക്ക് അറിയാം, ഒരു കോൺഷ്യസ് മൈൻഡിലേക്ക് വരും. അവരെല്ലാത്തിലും ഭയങ്കര ബോധവാന്മാരായിരിക്കും. അവരുടെ ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നു, ഒബീഡിയൻസ്, അവർക്ക് നേരത്തെ പോലെയുള്ള വാശികൾ അതെല്ലാം കുറയും. അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ ആ വാശികൾ കുറയും. ഡിസിപ്ലിൻ, ഒബീഡിയൻസ് അതെല്ലാം ശരിയായ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുവാണ്. പിന്നെ അതുപോലെ തന്നെ 9 to 12 ആവുമ്പോൾ കുട്ടി റെഡിയാണ്. ഇത് നോളജ്, എന്തെല്ലാം നോളജ് ആണോ അവന്റെ യൂണിവേഴ്സൽ നോളജ്, എൻവയോൺമെന്റിൽ നിന്ന്, സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടുന്ന നോളജുകൾ എന്താണോ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യാനും ശരിയായിട്ടുള്ളത് ആക്സെപ്റ്റ് ചെയ്യാനും റെഡി ആയിരിക്കണം. മൈൻഡ് അപ്പോഴേക്കും പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു. അതാണ് ഈ പറയുന്നത്. ശരിക്കും നമ്മൾ മോണ്ടിസോറി എന്താ 4 stages ഓഫ് ഗ്രോത്ത് ആണ് കുട്ടികളിൽ കണ്ടത്. ഈ 4 stages ഓഫ് ഗ്രോത്ത് അത് ചൈൽഡ്ഹുഡ്, അഡൽട്ട്ഹുഡും അത് രണ്ടും കൂടെ വെച്ച് ഡിവൈഡ് ചെയ്ത് ഏജിനനുസരിച്ച് 4 സ്റ്റേജസ് പറഞ്ഞു. അതിൽ നമ്മൾ ഫസ്റ്റ് 2 stages ഇപ്പൊ പറഞ്ഞു, അതിലുണ്ടാകുന്ന ചേഞ്ചസ് പറഞ്ഞു. 6 years കഴിയുമ്പോൾ അവരുടെ കോൺഷ്യസ് മൈൻഡും ഫിസിക്കൽ ഹെൽത്ത് സ്റ്റേബിൾ ആവും. അറ്റ് ദ സെയിം ടൈം മെന്റൽ ഹെൽത്ത്, അതായത് കോൺഷ്യസ് മൈൻഡ് അവരുടെ സ്റ്റേബിൾ ആവുകയാണ്. അവരുടെ ടാലൻസ് അതെല്ലാം, ക്രിയേറ്റിവിറ്റി എല്ലാം കൂടുന്നു. അവർ എന്താണെന്നുള്ളത് ഫോക്കസ്ഡ് ആവുന്ന ഒരു ഏജ് ആണ്.
എന്തിലാണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നുള്ളത് മനസ്സിലാകുന്ന ഒരു ഏജ് ആണ് ആ ഒരു ആഫ്റ്റർ 6 years എന്ന് പറയുന്നത്. അതുവരെ ചിലപ്പോൾ പാട്ടും ഡാൻസും ഒക്കെ ഇൻട്രസ്റ്റ് കാണിക്കുമായിരിക്കും, പക്ഷെ ആഫ്റ്റർ ചിലപ്പോൾ വരയ്ക്കും, എല്ലാത്തിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് കുട്ടി ഏതിലാണ് കൂടുതൽ പ്രൊമിനന്റ് ആവുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല. ബട്ട് ആഫ്റ്റർ 6 years അത് സ്റ്റേബിൾ ആവുകയാണ് ചെയ്തത്. അവരെ യൂണിവേഴ്സൽ നോളജ് അവര് ആക്സെപ്റ്റ് ചെയ്യുന്നു, അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു ഈ ഒരു സമയത്ത്. എൻ്റെ ഒരു PDF ഉണ്ടായിരുന്നു, അത് നോക്കുമായിരുന്നു അതിനകത്ത് എക്സ്ട്രാ ഉണ്ടോ എന്നുള്ളത്. അതിലാണ് ഈ യൂണിവേഴ്സൽ നോളജിന്റെ കാര്യം, അത് തന്നെ നമ്മളുടെ അതിനകത്തും പറയുന്നുണ്ട്. അപ്പൊ മറിയ മോണ്ടിസോറി എഴുതി ഓൾ അതർ ഫാക്ടേഴ്സ് sink into insignificance beside the importance of feeding the hunger with intelligence and opening vast fields of knowledge to eager exploration. ഒന്നും വേണ്ട, ഇവരുടെ ഇറ്റലിക്കാരിയാണല്ലോ, അപ്പൊ ഇവരുടെ ഇംഗ്ലീഷ് ഭയങ്കര, പൊതുവെ ഇറ്റലി ജർമ്മൻ അവർ ഇംഗ്ലീഷ് എഴുതുമ്പോൾ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിട്ടീഷ് ഇംഗ്ലീഷുമായിട്ട് ഭയങ്കര ഒരു എൻറ്റയർലി ഡിഫറെന്റ് ഉണ്ടാവും. അതാണ് അവരുടെ വേർഡ്സ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം നോക്കുവാണെങ്കിൽ നമുക്ക് ഇവരുടെ ഇന്റലിജൻസ്, അതുപോലെ തന്നെ പല കാര്യത്തെക്കുറിച്ചുള്ള നോളജ്, ഇതെല്ലാം ഇവർ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അതിനുള്ളൊരു ഹങ്കർ, അങ്ങനെ ആ ഒരു ഹങ്കർ ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. മെന്റൽ ഹങ്കർ എന്നൊക്കെ പറയുന്ന പോലെ ഫിസിക്കൽ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു താല്പര്യങ്ങളായിരിക്കും, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, പിന്നെ ശരിയായ രീതിയിലുള്ള നോളജ് അവര് അക്സെപ്റ്റ് ചെയ്യുന്നു, ഇതെല്ലാമാണ്. അപ്പൊ അവരുടെ ആ ഒരു മെന്റൽ എബിലിറ്റിയുടെ ഹങ്കർ എന്നുള്ളത് ഇതാണ്, ആ ഇന്റലിജൻസ് ലെവല് കൂട്ടുക, നോളജ് അക്വയർ ചെയ്യുക, അതെല്ലാമാണ് ആ ഒരു ഫീൽഡിലേക്ക് മാറുക. ഓക്കെ, ക്യൂരിയസ് മൈൻഡ്സ്, വൈ ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട്. അത് ഫ്രം അവര് സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായത്തിൽ തുടങ്ങി തന്നെ വൈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബട്ട് എന്താണ് കാര്യങ്ങളെന്ന് അവര് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുള്ള ഭയങ്കര താല്പര്യമായിരിക്കും. നെക്സ്റ്റ് അതാണ് ക്യൂരിയസ് മൈൻഡ്സ്. ആര് വയ്ക്കും? ക്യൂരിയസ് മൈൻഡ്സ്. ഞാൻ വായിക്കാം മാം. Third one, curious minds. As the child's absorbent mind disappears, a new way of relation to the environment demonstrate. It is the functioning of the environment and the relationship within it which awakens the children's interest. Children constantly ask questions such as how, when, where, and why. They have developed the higher function required for analysis. Analysis allows children to compare, deduce, and arrive at the conclusion. യെസ്, അവരുടെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ജെന്യുവൻ ആയിരിക്കും. അവരങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴായിരിക്കും നമ്മളും ചിന്തിക്കുന്നത് ശരിയാണല്ലോ, അങ്ങനെ ഒരു രീതിയിൽ. അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ്, ഹൗ, വെൻ, വെയർ ആൻഡ് വൈ, ആ രീതിയിൽ അവര് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതന്നെ പലതും അവർ അനലൈസ് ചെയ്യുന്നു. അവർക്ക് കറക്റ്റ് ആയിട്ട് ഒരു കൺക്ലൂഷൻ, ഇപ്പൊ നമ്മളെ പോലെ എന്തെങ്കിലും ആയിട്ട് ഇത്രയും മതി ആ ഒരു രീതിയിലല്ല, അവരത് കറക്റ്റ് എന്തിനെക്കുറിച്ചും നല്ലൊരു ക്ലാരിറ്റി കിട്ടണം ആ ഒരു, എന്നിട്ടേ അവരതൊരു കൺക്ലൂഷനിലേക്ക് എത്തുള്ളൂ. എല്ലാം ഒന്ന് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് അങ്ങനെ അവർ കമ്പയർ ചെയ്ത് അവരൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്ക് വരുന്നില്ല, അവര് ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് കൺക്ലൂഷനിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ വിട്ടുകളയുമില്ല. ഒരു സംശയം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കും, നമ്മളോട് ചോദിക്കും എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഈവൻ ദോ ചില കുട്ടികള് ചില വീഡിയോസിലൊക്കെ നമ്മൾ കാണാലോ, ഇങ്ങനെ ഇത് നമ്മുടെ കുട്ടികൾ തന്നെ ചിലപ്പോൾ ചോദിക്കും. ഈ ചില ഫാമിലികളിലൊക്കെ ഇങ്ങനെ മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഫാമിലി ഉണ്ടാവുമല്ലോ, പെൺകുട്ടികൾ ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ, വൈ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മള് ലേഡീസ് ഇങ്ങനെ കുക്ക് ചെയ്യുന്നു, അവര് കുക്ക് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ചില ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാം. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചേഞ്ചസ് ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ല, എവരിബഡി ഈസ് ഈക്വൽ എന്നുള്ള രീതിയിൽ കുട്ടികളൊക്കെ ചിന്തിക്കാറുണ്ട്. വീടുകളും മാറിയിട്ടുണ്ട് പല രീതിയിലും, ഫാമിലിയിലെ സെറ്റപ്പും എല്ലാം മാറിയിട്ടുണ്ട്, കമ്മ്യൂണിറ്റിയിലെ വ്യത്യാസം വന്നിട്ടുണ്ട്, സൊസൈറ്റിയിലെ വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാ ഫീൽഡിലും എല്ലാ ജോലികളും എല്ലാവരും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് ഇപ്പൊ എല്ലായിടത്തും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നോ രണ്ടോ ഒക്കെ സ്ഥലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലെ? സോ നെക്സ്റ്റ്, സോഷ്യൽ ചേഞ്ചസ്. Social changes. During this period, children follow their independence. They distance themselves from their environment.
children endeavor for further independence in both actions and thoughts. It is important to note that children do not seek to leave their parents, but his role as a child in the family unit. Children are now starting to have friends and form their own peer group outside the family. Children in this age group play social games and they form new rules from their many experiences. മെയിൻലി കുട്ടികളെ സോഷ്യലൈസ് ചെയ്യുന്നത് ആ ഇതിലേക്ക് വരുന്നു. അതുവരെ വീട്ടില് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു 6 years എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ കൂടുതൽ പുറത്തൊന്നും പോകുന്നില്ലല്ലോ. ബട്ട് 6 yearsന് ശേഷം അവരുടെ ഫ്രണ്ട് സർക്കിളിനും മാറ്റം വരുന്നു, പിയർ ഗ്രൂപ്പുമായിട്ട് അവർ നല്ല രീതിയിൽ മിങ്കിൾ ആകുന്നു, ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നു. ഫാമിലിയിലെ ഒരു യൂണിറ്റ് ആണ്, ചിൽഡ്രൻ ആണ്. ആ ഒരു ഇതെല്ലാം ഉണ്ട്. പാരന്റ്സിനെ ലീവ് ചെയ്യുന്നില്ല, അവരുടെ റോൾ അവർ മനസ്സിലാക്കുന്നു. ബട്ട് പിയർ ഗ്രൂപ്പും ഒക്കെ ആയിട്ടും ഔട്ട്സൈഡ് ദ ഫാമിലി അങ്ങനെ ഒരു സർക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. അവര് പലപ്പോഴും പല രീതിയിലുള്ള ഇന്ററാക്ഷൻസിൽ, പല സോഷ്യൽ ഗെയിംസ്, പിന്നെ പലതും എക്സ്പീരിയൻസ് ചെയ്യുന്നതനുസരിച്ച് ന്യൂ റൂൾസ്. ഈ നമ്മള് സ്കൂളുകളിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ ചില കുട്ടികളെ ലീഡർഷിപ്പ് ഏൽപ്പിക്കും ടീച്ചേഴ്സ്. അപ്പൊ അവര് പുതിയ പുതിയ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പൊ ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും കുട്ടികൾക്കാണ് പലപ്പോഴും ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുന്നത് ടീച്ചേഴ്സ്. അത് നല്ലതായിട്ട് തന്നെ അത് ഒരു കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഓരോന്നും ഇപ്പൊ എന്താ പറയാ, ഓരോന്നിനും ഓരോ ആളുകളെ വെച്ചിട്ടുണ്ടാവും. മൾട്ടിമീഡിയക്ക് ഒരാള്, പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്, അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോരുത്തരും ചിലർ മുന്നോട്ട് വരും. അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ പറയുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വന്ന് അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നതായിട്ട് കാണാം. മോറൽ വാല്യൂസ് ആണ് ശരിക്കും. മോറൽ വാല്യൂസ് അവരുടെ ഒരു ഗ്രൂപ്പിൽ നിന്നും അവർക്ക് കിട്ടും, ഫാമിലിയിൽ നിന്ന് കിട്ടും. ഫോളോ ചെയ്യുന്ന ബിലീഫ്, ട്രഡീഷൻസ്, അതിൽ നിന്നെല്ലാം ഒരു മോറൽ സെൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ who will read? Development of moral sense. Development of moral sense. With new creative capacities, children in this stage have become the inference explorer of the abstract. The children's new interest in the abstract extends to the development of moral sense. Children are now interested in what is right and wrong, what is good and bad. They use the power of reason to come to their own outcome. Children also form the attitude of behavior of others. Children may seek adult assist for acceptable behavior. Children's interest in judging behaviors extends to new interest in justice and compassion for others. Yes, please. ഓക്കെ, അതിന്റെ മോറൽ സെൻസ് ഡെവലപ്പ് ആകുന്നു. ഈവൻ ഈ മോറൽ സെൻസ് ഡെവലപ്പ് ആകണമെങ്കിൽ തന്നെയും ഇവരുടെ എൻവയോൺമെന്റ്, അപ്പൊ വീടാണെങ്കിലും സ്കൂളാണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും അവിടെ നിന്ന് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരെ അക്സെപ്റ്റ് ചെയ്യണം, അബ്സോർബ് ചെയ്യണം. അപ്പോഴാണ് മോറൽ സെൻസ് ഡെവലപ്പ് ആവുന്നുള്ളൂ. അതേസമയം ഇവരുടെ എൻവയോൺമെന്റ് ഇസ് വെരി ബാഡ്, ലൈക്ക് മോറൽ സൈഡൊക്കെ വളരെ വീക്ക് ആണെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെയുള്ള കുട്ടികളിൽ അത് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇവരുടെ പിയർ ഗ്രൂപ്പ് നല്ലൊരു രീതിയിൽ ഇവരെ ബൗണ്ട് ചെയ്യുന്നതാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ആ ഒരു മോറൽ സെൻസ് മാറും. ഇവരെ ഇന്ററാക്ട് ചെയ്യുന്ന ടീച്ചേഴ്സ്, ഇവര് എന്താ പറയാ, ചില മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, ചില ഗ്രൂപ്പ് ഓഫ് കുട്ടികള് ടീച്ചർമാരെ ഇതാക്കുന്ന രീതിയിൽ ഓരോന്നും ചെയ്യും. പക്ഷെ ആ ഒരു ടീച്ചർ അവരിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നു. അങ്ങനെ അവര് അങ്ങനെയൊക്കെ കുറെ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു എൻവയോൺമെന്റ് ഇവരുടെ മോറൽ സൈഡ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ട്രിഗർ ഇവരിൽ വരുവാണെങ്കിൽ അത് അവരുടെ മോറൽ സെൻസ് ഡെവലപ്പ് ആകാനായിട്ട് സാധിക്കും. ഈ ഒരു ഏജിൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വളരെയധികം പൊട്ടൻഷ്യൽ, വിൽ പവർ ഉള്ളതാണ്. അവരുടെ ശരീരത്തിന് മാത്രമല്ല സ്റ്റാമിന വരുന്നത്, മെന്റൽ വിൽ പവർ അവർക്ക് കൂടും. അവർക്കറിയാം ഗുഡ് എന്താണ് ബാഡ് എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കും. ഈവൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് വരെ അതിലുള്ള മോശമായിട്ടുള്ള വേർഡും അല്ലാത്തതും, അങ്ങനെ ആ ഒരു റൈറ്റ് റോങ് ചെയ്യുന്നത് ശരിയാണോ അങ്ങനെയുള്ളതെല്ലാം കുട്ടികൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് അവരുടെ ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് കിട്ടുന്നതനുസരിച്ചിരിക്കും. അവരുടെ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരോടുള്ള ബിഹേവിയർ, അത് പിന്നെ
അഡൾട്ട് ടീച്ചേഴ്സിനെ ആണെങ്കിലും പാരന്റ്സിനെ ആണെങ്കിലും ബാക്കി എൽഡേഴ്സിനെ കണ്ടു കഴിഞ്ഞാലും എങ്ങനെ പെരുമാറണം, അങ്ങനെ ആ രീതിയിലൊക്കെ അവർക്ക് മാറ്റം വരും. പിന്നെ ഈ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്താനും ഉള്ള ഒരു ഇത് അവരിൽ വരും. മറ്റുള്ളവരോടൊരു എംപതി, കമ്പാഷൻ, സഹാനുഭൂതി, സ്നേഹം അതെല്ലാം കുട്ടികളിൽ ഫോം ചെയ്യുവാണ്. അപ്പൊ പലപ്പോഴും സ്കൂളുകളിലും വീട്ടിലും ഒക്കെ ആ ഒരു രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആവുമ്പോൾ ഇവരുടെ മോറൽ സെൻസ് കൂടുതൽ ഡെവലപ്പ് ആകും. മറിയ മോണ്ടിസോറി പറയുന്ന കാര്യങ്ങളുണ്ട്. 2 പാരഗ്രാഫ്സ് ഉണ്ട്, അതൊന്ന് വായിക്കുക. ഒരു പാരഗ്രാഫിൽ അവരെന്താണ് പറയുന്നുണ്ട്. So next one. So that 2 paragraph Maria Montessori wrote എന്നുള്ളത്. ഞാൻ വായിക്കാമേ? Yes, please. Maria Montessori. It is in the six years that one may note the beginning of an orientation towards moral questions, towards the judgment of etc. This is per occupation belong to an sensitive the conscience. It is at the age that the concept of justice is born Simultaneously with the understanding of the relationship between one's asset and the needs of others. Another interesting characteristics of children in this stage in their administration for years, stars and great personalities. It will be therefore important to help children's relations between realistic and unrealistic assets and needs of others. Okay, very good. മറിയ മോണ്ടിസോറിയുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഒരു 6 years നമുക്ക് കാണാം ഇവരുടെ പല മോറൽ ക്വസ്റ്റ്യൻസും അവരില് ബിഗിൻ ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ കുട്ടികളെ പല ക്ലാസ്സുകൾക്കും ഈ മോറൽ റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും ഓരോരുത്തരുടെ ബിലീഫ് അനുസരിച്ച് പല ക്ലാസ്സുകൾക്കൊക്കെ കുട്ടികൾ പോവാറുണ്ട്. അപ്പൊ അത് ഇവരുടെ മോറൽ സെൻസ് കൂടുതൽ ഡെവലപ്പ് ആകുന്ന രീതിയിലുള്ള ഒരു സെഷൻസ് ഒക്കെയാണ് അവർ എടുത്തത്. പല ക്വസ്റ്റ്യൻസും അവർ ചോദിക്കാം. കോൺസേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മോറൽ സെൻസ് തന്നെയാണ് റൈറ്റ് ഓർ റോങ് എന്താന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു പറഞ്ഞു കുട്ടികളുടെ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഭയങ്കര സെൻസിറ്റീവ് പീരീഡുമാണ്, അതുപോലെ തന്നെ അബ്സോർബൻ പീരീഡും. അപ്പൊ അബ്സോർബൻ പീരീഡ് എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ് അവർ കാണുന്നത്, കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത് അത് റൈറ്റ് ഓർ റോങ് അബ്സോർബ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവരിൽ ഉണ്ടാവുകയാണ്. അവരുടെ കപ്പാസിറ്റി മാറുക. അവർ പല ക്വസ്റ്റ്യൻസും ചോദിക്കാം, അത് ചെയ്യുന്നത് ശരിയാണോ, അങ്ങനെ ആ ഒരു ഏജില് ആ ഒരു ജസ്റ്റിസ് അതിന്റെ കൺസെപ്റ്റ് അവരുടെ ഉള്ളിൽ വരികയാണ്. അപ്പൊ ശരിക്കും നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് പല കാര്യങ്ങളും ഇവര് ഏത് സബ്ജക്റ്റിൽ നിന്നാണെങ്കിലും പഠിക്കുമ്പോൾ, ഇപ്പൊ മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അതിൽ ഓരോ ലെസൺസും ഇവര് അതിൽ ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റോറി ആണെങ്കിൽ കൂടിയും ഇതുപോലുള്ള കൺസെപ്റ്റുകൾ അവരിലേക്ക് ചെല്ലുന്ന രീതിയിലാണ്. ഏറ്റവും കുഞ്ഞു കുട്ടിയെ ഇപ്പൊ ഭയങ്കരമായിട്ട് ജസ്റ്റിസിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി യൂസ് കഴിഞ്ഞാൽ അതിന് മനസ്സിലാവില്ല. മീൻസ് ഓരോ ഏജിനനുസരിച്ചാണ് നമ്മളുടെ പാഠ്യപദ്ധതി പല ബുക്കുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഏത് കരിക്കുലം ആണെങ്കിലും, സ്റ്റേറ്റ് ആണെങ്കിലും, CBSE ആണെങ്കിലും, ICSE ആണെങ്കിലും, കാരണം ഓരോ ഏജ് കഴിയും തോറും ഇവർക്ക് കിട്ടുന്ന ആ ഒരു
ഇൻഫർമേഷൻസ് ഏത് സബ്ജക്റ്റ് ആണ് ഇപ്പൊ ഹിസ്റ്ററിയിലൊക്കെ ആവുമ്പോഴേക്കും ഇൻഡിപെൻഡൻസ്, ഓരോ യുദ്ധങ്ങള്, ബാറ്റിൽസ് നടന്നതും എന്തുകൊണ്ട് ആ ബാറ്റിൽ ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളും വേൾഡ് വാറിനെ കുറിച്ചും ഒക്കെ വരുമ്പോൾ അവര് ചിന്തിക്കും. അപ്പൊ അങ്ങനെ ഓരോ ഏജിനനുസരിച്ച് അങ്ങനെ ഓരോ കൺസെപ്റ്റും അവര് മനസ്സിലാക്കും. അവരുടെ ഉള്ളിൽ തന്നെ ശരി ഏത് തെറ്റ് ഏതെന്നുള്ളത് അങ്ങനെ സബ്ജക്റ്റുകളിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടും. ശരിയായ രീതിയിലാണ് അതിന്റെ ഇൻഫർമേഷൻ അവരിലേക്ക് പാസ് ചെയ്യുന്നതെങ്കിൽ അതിനോടൊപ്പം സൈമിൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ സെയിം ടൈം അവർക്ക് മനസ്സിലാകും പല കാര്യങ്ങളും. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺസ് ആക്ട്സ് ആൻഡ് ദ നീഡ്സ് ഓഫ് അതേഴ്സ്, ആളുകളുടെ ആവശ്യവും ചെയ്യേണ്ട കാര്യങ്ങളും അവർക്ക് മനസ്സിലാകും. വാട്ട്സ് ദ റോൾ ഓഫ് ഈച്ച് വൺ. ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ റോൾ എന്താണ്, മദറിന്റെ റോള്, വീട്ടിൽ വേറെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ റോൾസ്, നമ്മുടെ മുന്നിൽ വരുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ, നമുക്കൊരു സെക്യൂരിറ്റി ആ സ്കൂളിലുണ്ടെങ്കിൽ സ്കൂൾ ബസ്സിന്റെ ഡ്രൈവർ, അങ്ങനെ ഓരോരുത്തരുടെയും റോൾസ് അവർ മനസ്സിലാക്കുക. റോഡിൽ നിൽക്കുന്ന ട്രാഫിക് പോലീസുകാരൻ, വാട്ട് ഈസ് ഹിസ് ഡ്യൂട്ടി, അയാൾ എന്താണ് ചെയ്യുന്നത്, പോലീസ് അവരുടെ ഡ്യൂട്ടി എന്താണ്, അങ്ങനെ എല്ലാം അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളുടെ നീഡ്സ് ഓരോരുത്തർക്കും എന്താണ് ആവശ്യം അത് മനസ്സിലാക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് പല റോൾ മോഡൽസ് ഉണ്ടാവുകയാണ്. ലൈക്ക് അത് ഏത് ഫീൽഡിലാണെങ്കിലും, ചിലർക്ക് അത് സ്പോർട്സ് ഫീൽഡിലായിരിക്കും. ഇപ്പൊ മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ, അങ്ങനെ ഓരോരുത്തരുടെ ഓരോ പേഴ്സണാലിറ്റി, ഗ്രേറ്റ് പേഴ്സണാലിറ്റി, ഇപ്പൊ ഷാരൂഖ് ഖാൻ അല്ലെങ്കിൽ പൃഥ്വിരാജ്, അങ്ങനെ അങ്ങനെ ഓരോ ഹീറോസ് ഒക്കെ അവരുടെ ഉള്ളില് അവര് ഇതാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുമല്ലോ മീഡിയാസ് പലപ്പോഴും റോങ് മെസ്സേജ് കുട്ടികളിലേക്ക് കൊടുക്കുന്നു എന്നുള്ള. ചില മൂവീസ് ഒക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ നടക്കാറുണ്ട്. അങ്ങനെ അത് ശരിയല്ല, ആ ഒരു രീതി ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ. ടോവിനോടൊക്കെ അതൊരു മൂവി ഒക്കെ ഇറങ്ങുമ്പോൾ ഫുൾ ടൈം ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നു, ഡ്രിങ്ക്സ് കഴിക്കുന്നു, അടി പിടി ബഹളം. അപ്പോ ഈവൻ തിയേറ്ററിൽ പോയിരിക്കുമ്പോ തന്നെ അതൊക്കെ കാണുമ്പോൾ കൈയടിക്കുന്ന ഒരു യൂത്തിനെയൊക്കെ കാണാറുണ്ട്. സോ അവരെ സംബന്ധിച്ച് അത് യൂത്തിലേക്ക് ഒരു റോങ് മെസ്സേജ് ആണ് കൊണ്ടുവരുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. മമ്മൂട്ടി എന്നിട്ട് മമ്മൂട്ടിയുടെ കുറെ മൂവീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സ്മോക്ക് ചെയ്യുന്നത്. മമ്മൂട്ടി ഇപ്പോ ഒരു മൂവി സീൻസിലും സ്മോക്കിംഗ് കാണിക്കാറില്ല. അദ്ദേഹം പറയുന്നത് അതൊരു റോങ് മെസ്സേജ് ഞാനായിട്ട് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ മൂവി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, മേ ബി കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും, ബട്ട് സ്മോക്ക് ചെയ്യുന്നതായിട്ട് ഒരു സീനിലും കാണിക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ പൃഥ്വിരാജ് പറയാറുണ്ടല്ലോ, സ്ത്രീകളെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഓരോ സീൻസും പൃഥ്വിരാജ് ചെയ്യുന്ന മൂവീസിലോ അല്ലെങ്കിൽ പൃഥ്വിരാജ് ഇപ്പൊ ഡയറക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അതിലൊന്നും കാണിക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൺസെപ്റ്റിൽ അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഒരു മെസ്സേജ് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു മെസ്സേജ് കൊടുക്കണം എന്നുള്ള രീതിയിൽ. കാരണം നമ്മളുടെ മീഡിയാസ് ഒക്കെ ഒത്തിരി മാറി. പലപ്പോഴും ഒരു കാലഘട്ടം കൊണ്ട് സിനിമകളിൽ എല്ലാം വയലൻസ് കാണുന്നത് പലപ്പോഴും അങ്ങനെ ഒരു റോങ് മെസ്സേജ് വരുന്നു, അങ്ങനെയൊക്കെ പല കോൺഫ്ലിക്ട്സ് ഒക്കെ അങ്ങനെ പലയിടത്തും കേൾക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഈ കുട്ടികള് ഇതുപോലുള്ള പേഴ്സണാലിറ്റികളെയൊക്കെ അവര് അതുപോലെ ആക്കാനായിട്ടൊക്കെ നോക്കും. കുട്ടികളെ റിയലൈസ് ചെയ്യിക്കണം, റിയാലിറ്റിയും അൺറിയലും അത് തമ്മിലുള്ള ഡിഫറൻസും മറ്റുള്ളവരുടെ സിനിമയല്ല ജീവിതം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ. മീൻസ് ആ മൂവി കണ്ടു കഴിഞ്ഞാൽ എന്റർടൈനർ അത് മനസ്സിലാക്കുന്ന രീതിയിൽ പലതും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഈവൻ ഫുട്ബോൾ കളി നടക്കുമ്പോൾ മോനിരുന്ന് കളി കാണുവേ, ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും കാണുന്നത്. കയ്യൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഐസ് പോലെ ഇരിക്കും. ഞാൻ ചോദിക്കും ഇത്രയും ടെൻഷൻ പിടിച്ചത് കാണുന്ന എന്തിനാന്ന് ഞാനിങ്ങനെ ചോദിക്കും അടുത്തിരുന്നിട്ടേ. ഒരു ഗോൾ അടിക്കുമ്പോഴാണ് ആളൊന്ന് റിലാക്സ് ആവുന്നത്. ഒരു ഗോൾ അടിച്ചില്ല, കളി തോറ്റുപോയെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും കുറേ സമയത്തേക്ക്. അപ്പൊ അതങ്ങ് അവരത് ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് എടുക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പം നെക്സ്റ്റ് മാച്ച് വരും, ആ ഒരു ഇത് വരണം. അത് വന്നാലാണ് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. അപ്പൊ നമ്മള് ചൈൽഡ്ഹുഡിലെ 2 സ്റ്റേജസ് ആണ് ഇപ്പൊ പറഞ്ഞത്, 6 years വരെയുള്ളതും 12 years വരെയുള്ളതും. അതിലെ ലാസ്റ്റ് വൺ ഇമാജിനേഷന്റെ ഡെവലപ്മെന്റ്. യെസ് പ്ലീസ്. Development of imagination. New powers develop in a children, and during this stage, they have the capacity to visualize in the first period. Montessori was a concern with the introduction of a fantasy. She was against the introduction of a fantasy because she felt that children in the first period need to learn to relate to the reality of life.
During she felt fantasy, fable and myths should play a key role in moral understanding and exploration of feeling and emotions. ഓക്കെ. സോ മോണ്ടിസോറി എപ്പോഴും എല്ലാം റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം. ഈവൻ സ്റ്റോറി പറയുമ്പോൾ പോലും അതൊരു ഇമാജിനേറ്റീവ് ആയിട്ട് പറയരുത്, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ പറയണമെന്ന്. ഫാബ്രിക്കേറ്റ് ചെയ്ത് ഒന്നും പറയരുത്, ഫാന്റസിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകരുത്. റിയാലിറ്റി ഓഫ് ലൈഫ്. അപ്പം അവര് ശരിക്കും ഫാന്റസി എന്നുള്ളതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. കാരണം ഓൾറെഡി കുട്ടികള് ഡീവിയേറ്റഡ് ആയി പോകുമ്പോൾ പലപ്പോഴും അവർ ഫാന്റസിയിലേക്ക് പോവാറുണ്ട്, പേടിച്ചിട്ട്. നമ്മളും ചിലപ്പോൾ ഫാന്റസിയിലേക്ക് പോവാറുണ്ടല്ലോ. ലൈക്ക് അതായത് ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അത് സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞ് അതിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കും. ഒരു ഇപ്പം 10th പരീക്ഷ എഴുതിയിരിക്കുന്ന ഒരു കുട്ടി റിസൾട്ട് വന്നപ്പോൾ അവൻ ഉദ്ദേശിച്ചതിനേക്കാളും മാർക്ക് കുറവാണ്. സോ ഹി വിൽ ബി ലൈക്ക് അസ്യൂമിങ് റിസൾട്ട് വന്നു, എനിക്ക് നല്ല മാർക്ക് കിട്ടി. ഫാന്റസിയിലേക്ക് അവൻ പോകും, കുറച്ചു നേരം അവനൊന്ന് ആശ്വാസമാവാൻ വേണ്ടിയിട്ട്. ബട്ട് സംഹൗ കുറച്ച് ഫാന്റസീസ് ഒക്കെ ഓക്കെയാണ്. ബട്ട് അതൊരു എപ്പോഴും അങ്ങനെയാകുമ്പോൾ അത് ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ, ആ ഒരു ഡെവലപ്മെന്റിനെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് മോണ്ടിസോറി പറയുന്നത് എപ്പോഴും റിയാലിറ്റി. ആ റിയാലിറ്റിയിലേക്ക് ലൈഫിന് പോകുമ്പോഴാണ് ഇവരുടെ ഓരോ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത്. ഈവൻ ഇമാജിനേഷൻ ഉണ്ടെങ്കിലും, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ വന്നാലും അത് ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് അവരത് ഇമാജിൻ ചെയ്യുന്നു. ദേ ഷുഡ് ഡു സംതിങ് അക്കോർഡിംഗ് ടു ദാറ്റ് ഇമാജിനേഷൻ. ഇപ്പൊ നമ്മള് ഇമാജിൻ ചെയ്യുക, പരീക്ഷ വരാൻ പോവുകയാണ്, പരീക്ഷയ്ക്ക് എനിക്ക് നല്ല മാർക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഒരു കുട്ടി ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ഗെറ്റിംഗ് ദാറ്റ് ഗുഡ് മാർക്സ്. ആ മാർക്ക് കിട്ടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യണമല്ലോ. സോ ഇമാജിൻ ചെയ്താലും ദാറ്റ് ഷുഡ് ദെൻ റിസൾട്ട് അതിന്റെ റിയാലിറ്റിയിലേക്ക് പോകണം എന്നുള്ള രീതിയിലാണ് മോണ്ടിസോറി പറയുന്നത്. ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒന്നും പറയരുത്, ഫേബിൾ മിത്സ് അങ്ങനെയുള്ള. ബട്ട് എന്റെ ഒരു ചെറിയൊരു അഭിപ്രായം ഞാൻ പറയാം. പലപ്പോഴും ക്ലാസ് എടുക്കാൻ മുമ്പ് ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾക്ക് ചില കാര്യങ്ങൾ കുട്ടികളോട് ചില മെസ്സേജസ് കൊടുക്കണമെങ്കിൽ ചിലത് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത്, ലൈക്ക് ഒരു മോറൽ വാല്യൂ ആണ് അവരുടെ ഉള്ളിലേക്ക് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്ത് ഒരു സ്റ്റോറി അവരോട് പറഞ്ഞാൽ അതിലൊരു തെറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അവരെ ഭയങ്കരമായിട്ട് ഫാന്റസി വേൾഡിലേക്ക് കൊണ്ടുപോകണമെന്നല്ല. ഇപ്പൊ ലൈക്ക് നിങ്ങളുടെ റോൾ ആസ് എ സ്റ്റുഡന്റ്, നിങ്ങളുടെ റോൾ എന്താണെന്ന് ഒരു കുട്ടിയെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ അവനെ ഒരു 10 മിനിറ്റ് ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് ചുമ്മാ ഒരു കുഞ്ഞു കഥയിലൂടെ, ഒരു മോറൽ സ്റ്റോറിയിലൂടെ അവനെ കൊണ്ടൊന്ന് തന്നെ ചിന്തിപ്പിക്കുന്നതാണ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? നിങ്ങൾ എന്താ പറയുക? യെസ് മാം. അല്ലെ, ഒരു 10 മിനിറ്റ് കൊച്ചിനെ ഉപദേശിക്കുന്നതിന് നല്ലത് നമ്മളൊരു കുഞ്ഞി കഥ പറഞ്ഞ്, അല്ലെങ്കിൽ ഈ കഥയായിട്ടല്ല നടന്ന സംഭവം എന്നുള്ള രീതിയിൽ ഒരു നുണ പറഞ്ഞാലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു അനുമാനം. അത് ഞാനെന്ത് പറയാറുണ്ട്, അതുകൊണ്ടാണ് ലൈക്ക് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകും. പറയാറുണ്ട് നമ്മളെ കുട്ടികളെ അവരെ കഥ അല്ലാതെ വേറെ ആരുടെങ്കിലും ഈ രൂപത്തിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലാണ്. അപ്പൊ അവരിങ്ങനെ ആലോചിച്ചിരിക്കും, അപ്പൊ മനസ്സിലാവുന്നത്. ശരിയാ. പക്ഷെ അതുകൊണ്ടൊരു ദോഷം സംഭവിക്കുന്നില്ല അല്ലെ? യു നോ ദാറ്റ് ഇറ്റ് ഈസ് ക്രിയേറ്റ്. നമ്മള് കുട്ടികളോട് പറയുന്നത് ഇത് നടന്ന സംഭവം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ പറയുക. ഞാൻ കൊറോണയ്ക്ക് മുമ്പ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആയിട്ട് ചേർന്നിട്ട് ഒരു വളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിമെൻഷ്യയുടെ അവയർനെസ് പ്രോഗ്രാം. അപ്പൊ ഡിമെൻഷ്യയുടെ അവയർനെസ് ക്ലാസ് കൊടുക്കാൻ പോകും. 1 hour കഷ്ടിയുള്ള ഒരു ക്ലാസ് ആണ്. പ്രസന്റേഷൻ പവർ പോയിന്റ് വെച്ചിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. നമ്മൾ കൊടുക്കുന്നത് +1 കുട്ടികൾക്കാണ്, ആ ഏജ് ഗ്രൂപ്പിനാണ് കൊടുക്കുന്നത്. കാരണം നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾഷിമേഴ്സ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു 60+ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ്. അതും റെയർ ആണ്. 70+, 80+ലുള്ളവർക്കാണ് കൂടുതലും ഈ പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ളത്. അതും വളരെ കുറച്ച് ആളുകളിൽ. ബട്ട് ഓരോ ജനറേഷൻ കഴിയുന്നതോറും 40+ലുള്ള ആളുകൾക്ക് ഡിമെൻഷ്യയുടെ പ്രോബ്ലംസ് ഉള്ളതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. തന്മാത്ര മൂവിയില് മോഹൻലാലിന്റെ കേസ് അല്ലെ, പിന്നെ കിഷ്കിന്ത കാണ്ഡത്തില് വിജയരാഘവൻ സർവീസിൽ നിന്ന് തന്നെ കമ്പൽസറി ആയിട്ട് ജോബ് വേണ്ടെന്ന് വെച്ച് വരുവാണ് ഈ അസുഖം കൊണ്ട്. അപ്പൊ ഇങ്ങനെ ഡിമെൻഷ്യയുടെ അവയർനെസ് പോകുമ്പോൾ ഞങ്ങൾക്കൊരു സ്റ്റോറി ആയിട്ടാണ് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ തരുന്നത്. സ്റ്റോറിയുടെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ, വളരെ ഹാപ്പി ഫാമിലി, അവരുടെ മകന്റെ വൈഫ്
2 പേരക്കുട്ടികൾ അങ്ങനെ ജീവിക്കുകയാണ്. ബട്ട് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ നല്ലപോലെ കുക്ക് ചെയ്യുന്ന സ്ത്രീ, വീട് നല്ല ക്ലീൻ ആക്കി വെക്കുന്ന ഒരു ലേഡി, അമ്പലത്തിൽ ദിവസവും പോകുന്ന ഒരു പേരക്കുട്ടികളായിട്ടും ഫുൾ ഫാമിലി ആയിട്ട് പോകുന്ന ഒരു സ്ത്രീ. ഒരു ദിവസം പെട്ടെന്ന് അവർക്ക് സാരി ഉടുക്കാൻ അറിയുന്നില്ല, കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറുമ്പോ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അങ്ങനെ ഭക്ഷണം എടുത്തു വെക്കുമ്പോ അത് കഴിക്കാനാണോ എന്ന് അറിയുന്നില്ല. അങ്ങനെ ഇവരുടെ പ്രശ്നങ്ങള്. ഈ പ്രശ്നം ആദ്യം മനസ്സിലാക്കുന്നത് പേരക്കുട്ടികളാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ ഈ കഥ പറയാൻ ഏത് സ്ഥലത്താണോ പോകുന്നത് ആ ഏരിയയിലെ സ്ഥലത്തെ റിട്ടയർഡ് ടീച്ചർ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിന്റെ അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്. പക്ഷെ +1 കുട്ടികൾ എന്നൊക്കെ പറയുമ്പം കുറെ അവർക്ക് കുറെ നോട്ടി, അവര് കുറച്ച് കുറുമ്പൊക്കെ ഉണ്ടാവുമല്ലോ. ടീച്ചർമാര് പറയാതെ പറയുന്ന കേൾക്കാതിരിക്കുക, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ, ടീച്ചർമാരെ കളിയാക്കുക, അങ്ങനെ കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ അവരുടെ അതിൽ ഉണ്ടാവുമായിരിക്കും ചെറിയ രീതിയിൽ. അപ്പൊ ഇങ്ങനെ പറയും, നമുക്ക് ഡിമെൻഷ്യയുടെ പ്രോബ്ലം വരുന്നത്, ഈ ഡിമെൻഷ്യയുടെ പ്രശ്നം വരുന്നതിന് ഒരു 15 to 20 years ബാക്ക് എന്തെങ്കിലും ഒരു ട്രോമ വരുമ്പോഴാണ്. എന്തോ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിലാണ് പിന്നീട് ഒരു അത് ബ്രെയിനിനെ ബാധിക്കും, ബ്രെയിനിന്റെ സെൽസിനെ ബാധിക്കും. അങ്ങനെയാണ് ആഫ്റ്റർ 15-20 years ആകുമ്പോൾ ഡിമെൻഷ്യയുടെ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ഞാനിങ്ങനെ അവരോട് പറയും, ആ 15 to 20 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു. സ്കൂളിൽ വെച്ച് ഇവർ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് കുട്ടികളുടെ അടുത്താണ്. അപ്പൊ കുട്ടികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വിഷമിപ്പിക്കുന്ന എന്തോ കാര്യം അവരുടെ മനസ്സിനെ അലട്ടിയിട്ടുണ്ടായിരിക്കാം, അതായിരിക്കാം അവരുടെ ട്രോമ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ഇവരിങ്ങനെ ചിന്തിക്കും. സോ ദെൻ മേ ബി ദെയർ ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ് ടുവേഴ്സ് ദ ടീച്ചേഴ്സ്, അല്ലെ? അത് മാറാം. പിന്നെ മേ ബി ആകാം വീട്ടിലെ എന്തെങ്കിലും ഒരു ഷോക്കിംഗ് ഇൻസിഡൻസ്. സോ അവരും ഓർക്കും അവരുടെ വീട്ടിലെ പാരന്റ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ ഹൗ ദേ ക്യാൻ ഡു ടു ദം. മേ ബി അവർ റൂഡായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവാം, വാക്കുകൾ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു പോയിന്റ്സ് ആക്ച്വലി അങ്ങനെ ഒരു ടീം ഞങ്ങൾക്ക് തന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ ക്രിയേറ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരു ടീച്ചർ ഇല്ല, അങ്ങനെ ഒരു ഫാമിലിയോ അങ്ങനെ ഒന്നുമില്ല. അത് നമ്മളത് പറഞ്ഞപ്പോ നമ്മളത് കുറെ കൂടെ പൊലിപ്പിച്ച് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് ആർക്കും ഒരു ദോഷമില്ല, ലൈക്ക് ഒരു ദോഷം. അപ്പൊ അവര് ചോദിച്ചു, ഏത് സ്കൂളിലെ ടീച്ചറോ, എവിടെയാ അവരുടെ വീട്, അങ്ങനെയൊക്കെ അവർ ചോദിച്ചു. ഇവിടെ അടുത്ത് തന്നെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ എവിടെ ഏത് സ്ഥലത്താണ് പോകുന്നത് ആ സ്ഥലത്തെ ഏതോ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർ ആ രീതിയിൽ ഇവരോട് ആ കഥ അങ്ങ് പറഞ്ഞ് പ്രസന്റ് ചെയ്യും. കുറച്ചുകൂടെ അവരെ ഇൻട്രസ്റ്റിംഗ് ആക്കാനും ഈ പറഞ്ഞ വാല്യൂസ് അല്ലെങ്കിൽ ഇത് ഇവരെ കൊണ്ടൊന്ന് ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോ ശരിക്കും പിന്നെ അത് മാത്രമല്ല, കുട്ടികളാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ ഡിമെൻഷ്യ ഇഷ്യൂ അവരുടെ വീട്ടിലൊരു ഫാമിലി മെമ്പറിന് വരുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കുന്നത് കുട്ടികളായിരിക്കും. മുതിർന്ന ആൾക്കാർ അത്രയും ശ്രദ്ധിക്കില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഏജ് ഗ്രൂപ്പിന് ആ ഒരു അവയർനെസ് സെഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്തത് നമ്മുടെ തേർഡ് പീരീഡ്. അപ്പൊ നമ്മള് ഫസ്റ്റ് 2 periods കഴിഞ്ഞു, 12 years വരെയുള്ളത്. നെക്സ്റ്റ് ടീനേജ് 12 to 18 years വരുവാണ്. ഭയങ്കര കളർഫുൾ ഏജ്. ഓക്കെ, ആരാ വായിക്കും? Yes, ma'am. Third period, 12 to 18 years. Montessori regarded adolescence as a period of great susceptibility. She considered the period of adolescence as a period of self-construction, just like the first period. She considered the adolescent as self-conscious. Adolescents are interested in social organization and other people of the world. She referred to these psychological characteristics as an abstract social sentiment for humankind, in which he follows to understand people's behavior in the work as a whole, including the past. Next, ma'am. Guys, Need for calm and solitude, need for calm and quiet. She believed that adolescents have a need for calm and solitude if they were to build a sense of the self and the world. They are replete with
doubts, hesitations, discouragement. They are sensitive, ashamed easily, and lack confidence. They have a great need for the strengthening of self-confidence. Maria Montessori was incapable of working out the details of their educational design for children in this period. 12 to 18 years, തേർഡ് പീരീഡ് ആയിട്ട് വരുന്നത് ടീനേജിന്റെ സ്റ്റാർട്ടിങ്. ഒരു കുട്ടികളെല്ലാ കാര്യങ്ങളും, കാരണം അവർക്ക് ഒരു സോളിറ്റ്യൂഡ്, അവർ തന്നെ ഇരുന്ന് ഇരിക്കാനായിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ സെൽഫ് കൺസ്ട്രക്ഷൻ, അവരുടെ സെൽഫ് ഡെവലപ്മെന്റ്, ആ ഒരു ജസ്റ്റ് ലൈക്ക് ദ ഫസ്റ്റ് പീരീഡ് പോലെ തന്നെ ഈ ഒരു പീരീഡിലും ആ ഒരു സെൽഫ് ഡെവലപ്മെന്റ്, സെൽഫ് കൺസ്ട്രക്ഷൻ ഫോം ചെയ്യാണ്. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ അബൌട്ട് ദിസ് സെൽഫ് കൺസ്ട്രക്ഷൻ ആണ്. പിന്നെ വളരെ കോൺഷ്യസ് ആവുന്നു അവര്, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും, ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിന്റെ റിസൾട്ട്, എല്ലാത്തിനെ കുറിച്ചും ഇവര് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും, അതിനെക്കുറിച്ച് ബോധവാനായിരിക്കും. ഒരു ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചേരുന്നതാണോ, ലൈക്ക് അങ്ങനെ ആ രീതിയിൽ. പിന്നെ ഹൈജീൻ, ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെ മറ്റൊരാളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനും അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനും എല്ലാം ഭയങ്കര താല്പര്യമായിരിക്കും. നമ്മൾ നോക്കിയാലായിട്ട് കാണാം, വീട്ടിലൊരു ഫംഗ്ഷൻ, മാരേജ് ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ ഒരു ഏജിലുള്ള കുട്ടികൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത്, ഡാൻസ് ആണെങ്കിൽ അങ്ങനെ ഓരോ ഫംഗ്ഷൻ റിലേറ്റഡ് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനനുസരിച്ച് ഡ്രസ്സ്, അതിലൊക്കെ അവർ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കാനായിട്ട് തുടങ്ങും. ഭയങ്കര പോസിറ്റീവായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാനായിട്ട് അവർ തുടങ്ങി. ഈവൻ അവർ സോളിറ്റ്യൂഡും കാംനെസ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ സോഷ്യലൈസ് ചെയ്യുകയും ചെയ്യും. ആവശ്യത്തിന് അവർ സോഷ്യലൈസ് ആവുകയും ചെയ്യും. ചിലപ്പോ നമ്മുടെ വീട്ടിലെ ടീനേജ് ഏജിലുള്ള കുട്ടികളുണ്ടെങ്കിൽ കാണാം, അവരവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വളരെ കാമായിട്ട് കുറച്ചൊരു പ്ലേസിലിരുന്ന് തന്നെ ഇരുന്ന് വായിക്കുകയോ എഴുതുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് കാണും. പിന്നെ ചിലപ്പോ കുക്ക് ചെയ്യാനുള്ള ഇഷ്ടം ചിലർക്ക് തോന്നുവാണെങ്കിൽ അവരത് അങ്ങനെ രീതിയിൽ ചെയ്യും. അങ്ങനെ അതിനോടൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുവാണെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് താല്പര്യം വരും. പിന്നെ ചില സമയത്ത് ഒരു ashamed easily, like ഒരു ഷൈനസ്, പിന്നെ സംടൈംസ് ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഒക്കെ കാണിക്കും. അപ്പൊ ആ സമയത്ത് പറയുമല്ലോ, ഈ ഒരു ഏജ് ഒക്കെ ആവുമ്പോഴേക്കും അമ്മ പെൺകുട്ടികളോട് കൂടുതൽ ഒരു ഫ്രണ്ടിനെ പോലെ, അല്ലെങ്കിൽ ആൺകുട്ടികളോട് അച്ഛനൊരു ഫ്രണ്ടിനെ പോലെ, ആ ഒരു രീതിയിൽ. എന്റെ അടുത്ത് ഒരു ആളുണ്ട്, പുള്ളിക്കാരൻ കുറേ ഇന്ത്യയുടെ കുറെ ഭാഗങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അറിയാൻ കാരണം ഞാൻ സ്ഥിരം വിളിക്കുന്ന ഒരു ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആള് സംസാരിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞതാണ്, ഒരു മോനും ഒരു മോളാ ഉള്ളത്. മോൻ ഇപ്പൊ +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സിൽ ചേർന്നിട്ട്, മോള് 10th. അപ്പൊ കുട്ടികളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഈ കുട്ടികളുടെ അച്ഛൻ. കാരണം പുള്ളി പറയണ പല പല പ്രശ്നങ്ങള് ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മള് അതിനനുസരിച്ച് അവരോട് ആ ഒരു ക്ലോസ്നെസ് ഇല്ലെങ്കിൽ ഇവര് പല പല കാര്യങ്ങൾക്ക് പലയിടത്തേക്ക് പോകും. അതുകൊണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് കുട്ടികളോട് പെരുമാറുന്നത്. അപ്പൊ കുട്ടികൾക്കും ആ ഒരു ഇഷ്ടം കേട്ടോ അവരുടെ അച്ഛനോട്. അമ്മ പോലീസാണ്, അപ്പൊ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ആ ഒരു പോലീസ് രീതിയിലാണ്. അച്ഛനുമായിട്ട് മക്കള് രണ്ടുപേരും ഭയങ്കര അടുപ്പം. അപ്പൊ അങ്ങനെ അവരുടെ ബോണ്ടിങ് ഒരു നല്ലതായിട്ട് പോകുന്നതുകൊണ്ട് കുട്ടികളുടെ അവരും വളരെ ഹാപ്പി ആയിട്ടാണ്. കാരണം എന്തെല്ലാം ഔട്ട്സൈഡിൽ നിന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും കുട്ടികളെ അതൊന്നും ബാധിക്കില്ല. ആ മോനാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അച്ഛന്റെ ഓട്ടോ ഓടിക്കാനായിട്ട് കൊണ്ടുപോകും. രാത്രി 12 മണി വരെയൊക്കെ അവൻ ഓടിക്കുന്ന അങ്ങനെ ഒരു ഇൻകം അവൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അത് അവൻ ലാവിഷായിട്ട് ചെലവാക്കുന്നൊന്നല്ല. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള കുട്ടികൾ, സേവിങ്സ്, അതുപോലെ മണി മാനേജ്മെന്റ്, അതെല്ലാം അവർക്ക് നല്ലപോലെ അറിയാം. അപ്പൊ ആ ഒരു സമയത്ത് ഇവരുടെ സെൽഫ് കോൺഫിഡൻസ് വളരെയധികം സ്ട്രെങ്തനിങ് ചെയ്യേണ്ട ഒരു ഇതാണ്. അപ്പൊ മോണ്ടിസോറി ഈ ഒരു ഏജ് പീരീഡ് വന്നപ്പോ മോണ്ടിസോറിക്ക് പല കാര്യങ്ങളും കുട്ടികൾക്ക് ഈ ഒരു ഏജില് ആ ഒരു ഡീറ്റെയിൽസ് അത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറയാം. മോണ്ടിസോറിക്ക് ചില പ്രശ്നങ്ങളൊക്കെ വന്നു. അവർക്ക് ആ ഒരു 3 to 6 years അത് വളരെ ഭംഗിയായിട്ട് അവർ ഡിസൈൻ ചെയ്തു. ബട്ട് ആഫ്റ്റർ 6 years ഈ ഒരു ഏജ് പീരീഡ് ഒക്കെ വരുമ്പോൾ കുട്ടികളിലും കൺഫ്യൂഷൻസ് ഉണ്ട്. അത് പല പല രീതിയിൽ അവര് ഡീവിയേറ്റഡ് ആയി പോകാനുള്ള ചാൻസസും ഉണ്ടെന്നുള്ളത് പറയാൻ മോണ്ടിസോറി മനസ്സിലാക്കി.
ഈ ഒരു ടൈമിൽ അവർക്ക് എന്തെല്ലാമായിട്ട് കൊടുക്കാം. അപ്പൊ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടൈമിൽ ഫാമിലി ആ എൻവയോൺമെന്റ് നല്ലൊരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ പലപ്പോഴും കുട്ടികൾ ടീച്ചേഴ്സിന്റെ അടുത്താണ് പലതും ഷെയർ ചെയ്യുന്നത്. ലൈക്ക് +1 പഠിക്കുന്ന പ്രായമുള്ള ഒരു കുട്ടി അവൻ ഡ്രഗ്സിലേക്ക് ഇങ്ങനെ വഴുതി വീഴപ്പെട്ടു. അവൻ അതിൽ നിന്ന് കരകയറുന്നുണ്ട്. അവന്റെ ഫാമിലി, അച്ഛൻ ഭയങ്കര ഡ്രങ്കാർഡാണ്. സോ ഫാമിലിന്ന് അവന് അതുകൊണ്ട് അവൻ ഫുൾ ടൈം പുറത്തായിരിക്കും. വീട്ടിലിരിക്കാനേ ഇഷ്ടപ്പെട്ടില്ല. കാരണം വീട്ടിലിങ്ങനെ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ടുള്ള ബഹളവും അതൊക്കെ നമുക്ക് കോമൺ പലയിടത്തും നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പം ഇവൻ ടീച്ചേഴ്സിനോടാണ് ഇത് മുഴുവൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്, ജെന്യുവിനായിട്ട് പറയുന്നതാണ്. സോ നമുക്ക് ആ ഒരു കാര്യത്തിൽ ആ കുട്ടിയെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. ഇതാണ് ഒരു ടീനേജ് വരുമ്പോഴേക്കും. പിന്നെ വേറൊരു മോനുണ്ട്. അവന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജോളി ഫാമിലിയാണ്. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ബോണ്ടിങ് ആണ്. ഇവനെതിരെ ഹൈപ്പർ ആക്റ്റീവ് എന്നുള്ള ടൈപ്പ്, എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു ഇത്. അവന് പക്ഷേ ഹി നോസ് ദാറ്റ് ഓൾ ദീസ് തിങ്സ് ആർ നോട്ട് റൈറ്റ്. അതായത് ഈ മയക്കുമരുന്ന്, ഡ്രഗ്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം വളരെ പ്രശ്നമുള്ളതാണെന്ന് അവനറിയാം. അവനത് അവന്റെ അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും സ്കൂളിലേക്ക് വരുന്നത് അച്ഛനെ ഹഗ് ചെയ്ത് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തിട്ടാണ് വരുന്നത്. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴും ഹഗ് ചെയ്യുക, ഷേക്ക് ഹാൻഡ് കൊടുക്കുക, അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് ഈ അച്ഛനും മകനും തമ്മിൽ. ബട്ട് അവന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള പലരും ഇത് യൂസ് ചെയ്യുന്നതാണ്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഹി ഈസ് യൂസിങ് ദാറ്റ്. പക്ഷെ അവനതറിയാം. അവൻ പറയണത് എനിക്കിതിന്റെ ബാഡ് സൈഡ്സ് നല്ലതുപോലെ അറിയാം, ഞാൻ ഒരു രീതിയിലും ഇത് യൂസ് ചെയ്യേയില്ല. അങ്ങനെയുള്ള ഫാമിലി എന്നാണ് അവൻ വരുന്നത്. സോ നമുക്ക് അവന്റെ കാര്യത്തിൽ കോൺഫിഡന്റ് ആണ്. ആ ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേരിൽ ഒരാൾ അവന് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. സോ അവരിത് യൂസ് ചെയ്യുന്നു എന്ന് കരുതി അവൻ ആ ഫ്രണ്ട്ഷിപ്പ് മാറ്റമൊന്നുമില്ല. മേ ബി ഹി വിൽ കറക്റ്റ് ആ ഒരു രീതിയിൽ. ബട്ട് അവരെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് അവനും യൂസ് ചെയ്യില്ല. അവൻ അതിന്റെ ഫ്ലോസും എല്ലാം അറിയാം, അതിന്റെ കുഴപ്പങ്ങളെല്ലാം അറിയാം. അപ്പൊ അങ്ങനെ ഈ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ള ഒരു സെൻസിറ്റീവ് പീരീഡ് ആണ്. ചിലര് ഫ്രണ്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധം മൂലം അതിനടിമപ്പെടുന്നവരുണ്ടാകും. അങ്ങനെ ഡിപ്പെൻസ്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസിൽ വർക്കിംഗ് ചെയ്യാനായിട്ട് അവർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു മറിയ മോണ്ടിസോറിക്ക് ഈ ഒരു പീരീഡിലെ കുട്ടികളുടെ കാര്യങ്ങൾ. അവര് ആ ചെറിയ ഏജ് പീരീഡിൽ അവര് പക്കായിട്ടെല്ലാം കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു. സോ ഈ സമയത്തെ നീഡ്സ് എന്തൊക്കെയാണെന്നാണ് അവർ പറയുന്നത്. കാരണം ഈ ഒരു 12 to 18 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഫോക്കസ് നേരെയാവേണ്ടതാണ്. അക്കാദമിക് ബ്രില്യൻസ്, അതുപോലെ തന്നെ എന്താണ് ഇനി ആഫ്റ്റർ 18 years അല്ലെങ്കിൽ +2 എന്നുള്ള ആ ഒരു ഏജ് ആണെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ജോബ് സെലക്ട് ചെയ്യണം. ഈവൻ +2 വരെയൊക്കെ നമുക്ക് ഓക്കെയാണ്. അത് കഴിയുമ്പോഴായിരിക്കാണ് ഏത് സൈഡിലേക്ക് പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നത്. എന്ത് പഠിക്കാൻ പോകണം, അത് പോകണോ, ഇതിന് പോകണോ, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യം ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നത്. അപ്പൊ അതെല്ലാം അത് കറക്റ്റ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ സമയത്ത് പ്രൊവൈഡ് ചെയ്യണം. സോ വി ഹാവ് ലൈക്ക് ഈ ഒരു പീരീഡിൽ 4 നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റിനെ കുറിച്ച് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഓരോന്നായിട്ട് ഓരോരുത്തർ വെച്ചോളൂ, അല്ലെങ്കിൽ 2 എണ്ണം ഒരുമിച്ച് വെച്ചോളൂ. ഫസ്റ്റ് 2. Okay. Need for intellectual tasks. Maria Montessori also felt that adolescents respond well to intellectual tasks. They like to reason and discuss conceptual ideas. They attain conclusion based on evidence. They are interested in discussing moral and spiritual issues. Second one, need for academic Voice എന്തോ ഇഷ്യൂ ഉണ്ടോ? knowledge. Montessori എനിക്ക് മാത്രമാണോ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്? എല്ലാം ഞങ്ങളും കേൾക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ കേൾക്കുന്നേ മാം. സ്മിതയല്ലേ റീഡ് ചെയ്യാൻ തുടങ്ങിയത്? the
Yes, ma'am. Need and benefit of academic knowledge and creative study for adolescents. She ഇപ്പൊ was പറഞ്ഞത് കേട്ടു. considered റീഡ് ചെയ്ത കാര്യങ്ങൾ പലതും ബ്രേക്ക് ആയി, ഞങ്ങൾക്ക് ആർക്കും കേട്ടില്ല. ഞാൻ വെച്ച് എനിക്ക് മാത്രം. ഓക്കെ, കുഴപ്പമില്ല, നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ നീഡ് ഫോർ ഇന്റലക്ച്വൽ ടാസ്ക്, അതുപോലെ തന്നെ നീഡ് ഫോർ അക്കാദമിക് നോളജ്. ഈ ഒരു സമയത്ത് ഇപ്പോ നമ്മൾ എന്റെ യെസ് പ്ലീസ് ഒന്നുകൂടെ വായിക്കണമെന്ന്. സ്മിത ഓക്കെ ആയോ? റേഞ്ച് മാറിയോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നില്ല. ഹലോ ഹലോ, കേട്ടില്ല കേട്ടോ. ഓക്കെ ഫൈൻ. സോ നമുക്കതൊന്ന് കൺക്ലൂഡ് ചെയ്യാം, സമയം ആവാറായില്ലേ. ഇപ്പൊ ഒരു കുട്ടികളും ഇരിക്കുന്നു, എന്റെ പ്രായത്തിലുള്ള കുറച്ച് പേര് ഇരിക്കുന്നു വിചാരിക്കാം. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആ ഒരു ഗ്രൂപ്പില് എല്ലാരും കൂടി ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യണം. അപ്പൊ ആ ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ മേ ബി ഞാനൊക്കെ ചിലപ്പോൾ ബ്ലണ്ടർ ആയിട്ട് ആൻസർ പറയായിരിക്കും. പക്ഷെ കുട്ടികളെ ഭയങ്കരമായിട്ട് ഇത് ഇൻട്രസ്റ്റ് ആക്കി എടുത്തിട്ട് അവർ വളരെ ചിന്തിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതാണ് ഈ ഒരു ഏജിലുള്ള കുട്ടികൾ. അങ്ങനെ ഇന്റലക്ച്വൽ ടാസ്ക് ഏറ്റെടുക്കാനായിട്ട് അവർ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് മറിയം മോണ്ടിസോറി പറഞ്ഞത്. അപ്പൊ വൺസ് ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ ഞാൻ പിന്നെ വിടും, ഓക്കെ വിട്ടു എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇവര് പക്ഷെ അത് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തുടങ്ങും, അവർ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിന്റെ കൺക്ലൂഷൻ, അങ്ങനെ പല കാര്യങ്ങളും അതിനോട് വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ടാസ്കിനോട് അവർ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കും. നെക്സ്റ്റ് അക്കാദമിക് നോളജ്, അത് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് അവരുടെ ഫോക്കസിങ് പോവേണ്ടത് റൈറ്റ് മെത്തഡോളജിയിൽ തന്നെ ഇവർക്ക് നോളജ് കൊടുക്കണം. അങ്ങനെ എഡ്യൂക്കേഷൻ വളരെ ബ്രോഡും ആയിരിക്കണം, കംപ്ലീറ്റും ആയിരിക്കണം. വെറുതെ അതും ഇതും ഒന്നും കുട്ടികളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ബെനിഫിറ്റ്സ് അത് കുട്ടികൾ ക്രിയേറ്റീവ് സ്റ്റഡി അവർക്ക് ഫീൽ ചെയ്യണം. ആ രീതിയിലുള്ള ക്രിയേറ്റീവ് സ്റ്റഡി, ആ ക്ലാസ് റൂം ലെക്ചറിംഗ് എന്നൊക്കെ മാറ്റി ഒരു വ്യത്യസ്തമായിട്ട് ഇന്ററാക്റ്റീവ് സെഷനോ ഔട്ട്സൈഡിൽ പോയിട്ട് അവർക്ക് പല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതോ അങ്ങനെയുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നതോ അങ്ങനെ ഉള്ള രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി അവരുടെ ലേണിംഗ് പ്രോസസ്സിൽ വേണമെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് നീഡ്സ് ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, അവർക്ക് എപ്പോഴും ഒരു അഡോൾസൻസിൽ കണ്ടത് ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ കാണിക്കാറുണ്ട് കുട്ടികൾ. അവർക്ക് എപ്പോഴും ഒരു അർജ്, ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു പല കാര്യങ്ങളും അറിയാനായിട്ട് അവര് മനസ്സിലായത് അവരെ എക്സ്പ്രസ് ചെയ്യുന്നു. അങ്ങനെ സെൽഫ് എക്സ്പ്രഷൻ അതെല്ലാം കാണിക്കും. പക്ഷെ യുണീക്ക് ആയിട്ട് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ എന്ത് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നു. ഈവൻ ഒരു അസൈൻമെന്റ് കൊടുക്കുമ്പോൾ അസൈൻമെന്റ് എഴുതുമ്പോൾ തന്നെ അവരവരുടെ ക്രിയേറ്റിവിറ്റി, ഈവൻ അതിന്റെ ഒരു ഹെഡിങ് എഴുതുന്നതിലോ എന്തിലെങ്കിലും അങ്ങനെ അവരുടെ എഫേർട്ട് അവർ ക്രിയേറ്റീവ് ആയിട്ട് കാണിക്കും. സംടൈംസ് അവര് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർക്കൊരു അസിസ്റ്റൻസ് വേണം, എന്നാലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് അവര് ആഗ്രഹിക്കും. സപ്പോർട്ട് വേണം. ഈവൻ ഒരു പീർ ഗ്രൂപ്പിൽ നിന്നും അതുപോലെ തന്നെ ഒരു ടീച്ചർ ആണെങ്കിൽ ടീച്ചർ, അല്ലെങ്കിൽ ഫാമിലിന്നാണെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഇങ്ങനെയുള്ള രണ്ട് ഏരിയസിൽ നിന്നും അവർ ആഗ്രഹിക്കും. നീഡ് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യെങ്കിലും അവരത് ഒറ്റയ്ക്ക് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയിൽ തന്നെ ഒരു സപ്പോർട്ട് കാര്യങ്ങൾക്ക് വരും. ഇൻട്രസ്റ്റ് ഇൻ ദ എക്സ്പ്ലോറേഷൻ ഓഫ് റിയാലിറ്റി, അവർക്ക് എപ്പോഴും അവർ റിയാലിറ്റി ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. റിയാലിറ്റി എന്താണെന്നുള്ളത് അവർ റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാനാണ് അവർക്ക് ഇൻട്രസ്റ്റ് കാണിക്കുള്ളൂ. നാച്ചുറൽ ആയിട്ടും പല കാര്യങ്ങളായിട്ടും അങ്ങനെ എന്താണോ റിയാലിറ്റി, അവർക്ക് റിയാലിറ്റി അല്ലാത്തതിനോട് അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവുന്നില്ല. അവരുടെ പേഴ്സണാലിറ്റിയിൽ പല വ്യത്യാസങ്ങൾ വരും. ഒരു പേഴ്സണാലിറ്റി റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും അവരുടെ പേഴ്സണാലിറ്റി, അവര് ആദ്യമൊക്കെ ഹീറോസിനെ ഒക്കെ അവരെ ആ ഒരു രീതിയിലൊക്കെ ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നുമെങ്കിലും അവരിൽ എന്താണ് പ്രത്യേകത, യൂണിക്നെസ്, സ്വയം സെൽഫായിട്ട് എന്താണ് എനിക്ക് പൊട്ടൻഷ്യൽ ഉള്ളതെന്ന് മനസ്സിലാക്കി അത് അവരുടെ പേഴ്സണാലിറ്റിയിൽ ആ വ്യത്യാസം കാണും. ഇതൊക്കെയാണ് മറിയം മോണ്ടിസോറിയുടെ ഒരു ഒബ്സർവേഷൻ ഈ ഒരു സമയത്ത് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നോളജ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്റലക്ച്വൽ ആയിട്ടുള്ള ടാസ്ക് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. സോ ദിസ് ഏജ് മിക്കവാറും സ്കൂളുകളിൽ അക്കാദമിക്സ് തന്നെ അവർക്ക് പല രീതിയിലുള്ള അസൈൻമെന്റ്സ്, വർക്കുകള്,
പ്രോജക്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പിന്നെ അവരവരുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ ചേഞ്ചസ്, അവരുടെ ഒരു യുണീക്നെസ് വരും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ 4th പീരീഡ് പറയാം. അതോടുകൂടി ആ ചാപ്റ്റർ തീരുവാണെന്ന് തോന്നുന്നു. യെസ്, കഴിയുമ്പോൾ സെൽഫ് കൺസ്ട്രക്ഷൻ. അപ്പൊ അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് സെൽഫ് കൺസ്ട്രക്ഷൻ ഒരു ചെറിയ ചാപ്റ്റർ ആണെന്നാണ് തോന്നുന്നത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമുക്ക് ഈ 21-ാം തീയതി എക്സാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് പിന്നെ ശനിയാഴ്ച ദിവസമായിരിക്കുമല്ലോ വരുന്നതേ. അപ്പൊ അതിന് ടൈം മിക്ക ഈ 8 മണി തന്നെ ആയിരിക്കും മിക്കവാറും. കാരണം പലരും ജോലിക്കൊക്കെ പോകുന്നവരല്ലേ, സാറ്റർഡേ ആണെങ്കിലും. ഞാൻ ചോദിക്കാൻ കാരണം ആ കാരണം എന്ന് വെച്ചാലേ കുട്ടികളുടെ എക്സാമിന്റെ കൂടെ ടൈമുകളായപ്പോഴേ ഞങ്ങൾ എല്ലാവരും ശരിക്കും കുട്ടികൾക്കുള്ള എക്സാമിന്റെ ടൈം ഉണ്ട് അങ്ങനെ. അപ്പൊ ആ സമയം ഈ ശനിയാഴ്ച ദിവസം നല്ലൊരു ദിവസം തന്നെയാണ്. ടൈം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം ഫസ്റ്റ് ബാച്ചിന് ഇതുപോലെ പകല് ടൈം വെച്ചപ്പോ 2 മണി അങ്ങനെ എന്തോ വെച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു അത് മാറ്റി അവരുടെ ക്ലാസ് ടൈം തന്നെ കൊടുക്കണം. ജോലിക്ക് പോണവരാന്ന് പറഞ്ഞപ്പോ രാത്രി 8 മണിക്ക് തന്നെ വെച്ചത്. കാരണം ഇത് ലൈവ് ആണല്ലോ, വീഡിയോ ഓൺ ചെയ്ത് ലൈവായി നിങ്ങൾ എഴുതണം. മോക്ക് ടെസ്റ്റ് പോലെ സബ്മിഷൻ അല്ലല്ലോ. 1 hour അല്ലേ നമ്മുടെ എക്സാം ടൈം എന്ന് പറയുന്നത്? പറഞ്ഞേക്കാളും കുറച്ച് എക്സ്ട്രാ ടൈം തരും തോന്നുന്നു. കാരണം എന്താ വെച്ചാല് കണക്ഷൻ പ്രോബ്ലമോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ നിങ്ങൾക്ക് കണക്ട് ആവാൻ എന്തെങ്കിലും ഡിലേ വരുമോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് ഒരു